ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ്. ഏറ്റവും നല്ല മ്യൂച്വൽ ഫണ്ട് കമ്പനി ഏതാണെന്നല്ല, മറിച്ച് എങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി നിക്ഷേപകരുടെ പൈസ കളക്ട് ചെയ്തുകൊണ്ട് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നതെന്നും നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് സുരക്ഷിതമാണോ, കാരണം ഇവിടെ 10-15 വർഷങ്ങൾക്കാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നത്. അപ്പോൾ എൻ്റെ പൈസ കൊണ്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനി മുങ്ങിയാലോ, ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്താനായിട്ടൊരു പ്ലാന് വേണം. നിങ്ങൾക്ക് വലിയ ഒരു എമൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ അത് എന്തിനാണെന്നും അത് എത്ര വേണമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി നിങ്ങൾ സെറ്റാക്കി വെക്കണം. ചിലർ വീട് വെക്കാനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. മറ്റു ചിലരാവട്ടെ ഇപ്പോൾ നമുക്കൊരു ജോലി ഉണ്ടല്ലോ, എല്ലാ മാസവും സാലറി കിട്ടുന്നുണ്ടല്ലോ, പക്ഷേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഏതൊരു മനുഷ്യനും ഉണ്ടാവും അല്ലേ. ആ ഒരു സമയത്ത് നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അല്ലെങ്കിൽ കമ്പനിക്ക് ഇത്ര ഏജ് ഓവർ ആയ ആൾക്കാരെ വേണ്ട എന്നുള്ള നിലപാടും ഉണ്ടാവും. ആ ഒരു സമയത്ത് നമുക്ക് പണം ആവശ്യമുണ്ടല്ലോ, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. അപ്പോൾ ആ ഒരു പണം കണ്ടെത്താനായിട്ടും നമുക്ക് നിക്ഷേപം നടത്താം. അപ്പോൾ നമുക്ക് പറ്റുന്ന ഒരു എമൗണ്ട്, ഇപ്പം വളരെ ചെറിയ എമൗണ്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് കഴിയും. അല്ലെങ്കിൽ SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മന്ത്ലി ഒരു എമൗണ്ട് വെച്ചിട്ട്, ഇപ്പോൾ നിങ്ങളൊരു ഉദാഹരണത്തിന് ഒരു 25,000 രൂപ സാലറി വാങ്ങുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കൊരു 5,000 രൂപയാണ് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളതെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് എല്ലാ മാസവും 1-ാം തീയതി നിങ്ങൾക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 5-ാം തീയതിയോ 6-ാം തീയതിയോ ഒരു ഡേറ്റ് വെച്ചിട്ട് എല്ലാ മാസവും 5,000 രൂപ ആ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പ്രോഫിറ്റ് ആയോ ലോസ് ആയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിവിടെ ലോങ് ടൈമിലേക്കാണ്, 10-15 വർഷത്തിനാണ് നമ്മളിവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് ചെടിയായി വളരാൻ കുറച്ച് സമയം വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ആ ചെടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വേര് മുളക്കില്ല. അപ്പോൾ അതിനൊരു സമയം കൊടുക്കണ്ടേ. അതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടും ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ് നമുക്ക് പൈസ ഉണ്ടാക്കുന്നത്. ഇനി ഇത് എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് നോക്കേണ്ടതുണ്ട് അല്ലേ. എല്ലാ ഇൻവെസ്റ്റേഴ്സും കൂടി വലിയ ഒരു എമൗണ്ടാണ് മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് കൊടുക്കുന്നത്. എന്നെയും നിങ്ങളെയും പോലെ ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും, അപ്പോൾ അവർക്കൊക്കെ നിക്ഷേപം നടത്തണം എന്നുണ്ടാവും. അപ്പോൾ വലിയ ഒരു എമൗണ്ടാണ് ഇവിടെ വന്നു ചേരുന്നത്. അപ്പോൾ ഇവിടെ വെട്ടിപ്പ് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ. അതിനാണ് ഇവിടെ സെബി എന്ന് പറയുന്ന ഒരു ടീം ഇടപെടുന്നത്. ആരാണ് സെബി? സെബി എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് അതോറിറ്റിയാണ്. അഥവാ എല്ലാ രാജ്യങ്ങളിലും സ്റ്റോക്ക് മാർക്കറ്റിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനാണ് സെബി പോലെ ഒരു ടീം ഉണ്ടാവും. ഇവിടെ നമ്മളെ ഇന്ത്യയിൽ സെബി എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇത്രയും വലിയ എമൗണ്ട് കൊടുക്കുമ്പോൾ എന്താണ് മ്യൂച്വൽ ഫണ്ട് കമ്പനി ചെയ്യുന്നത്? ഇക്വിറ്റീസ്, ബോണ്ട്സ്, ഗോൾഡ്, അതർ സെക്യൂരിറ്റിയിലൊക്കെ വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ നടത്തും. എന്നിട്ട് അതിൽ നിന്നും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് വീണ്ടും ഇൻവെസ്റ്റേഴ്സിലോട്ട് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനി വാങ്ങുന്ന സ്റ്റോക്കുകളെല്ലാം സൂക്ഷിക്കപ്പെടുന്നത് എവിടെയാണ്? മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ തന്നെയാണെങ്കിൽ അവിടെ വെട്ടിപ്പ് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ. കാരണം ഞാൻ തന്നെ വാങ്ങുന്നു, ഞാൻ തന്നെ വിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ കണക്കോ കാര്യങ്ങളോ ഉണ്ടാവുമോ? അതിനാണ് ഇവിടെ സെബി നമുക്ക് കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞ ഒരു ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആരാണ് കസ്റ്റോഡിയൻ? അതിനു മുമ്പായിട്ട് നമ്മൾ സാധാരണ ഒരു സ്റ്റോക്ക് ഒരു ബ്രോക്കറെ കീഴിൽ പോയിട്ട് വാങ്ങുമ്പോൾ ആ സ്റ്റോക്ക് സൂക്ഷിക്കപ്പെടുന്നത് CDSL ആണ്. അപ്പോൾ നാളെ ആ ബ്രോക്കറിന് എന്തെങ്കിലും സംഭവിച്ച് ബ്രോക്കർ പൂട്ടിപ്പോയാലും നമ്മുടെ സ്റ്റോക്ക് എവിടെയും നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് കമ്പനി വാങ്ങുന്ന സെക്യൂരിറ്റീസൊക്കെ സൂക്ഷിക്കപ്പെടുന്നത് കസ്റ്റോഡിയനിലാണ്, അവരുടെ നിയന്ത്രണത്തിലായിരിക്കും. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലും അതുപോലെ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു ബ്രോക്കറെ കീഴിൽ വേണം നമുക്ക് പോകാനായിട്ട്. അതിനായിട്ട് സെറോദയുടെ അപ്സ്റ്റോക്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്ന 2 ബ്രോക്കറാണ് സെറോദയും അപ്സ്റ്റോക്സും. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് അവിടെ ഓപ്പൺ ചെയ്ത് കിട്ടും. ഈ മ്യൂച്വൽ ഫണ്ട് വാങ്ങിയ സെക്യൂരിറ്റീസും
ബോൺസൊക്കെ സൂക്ഷിക്കപ്പെടുന്നത് കസ്റ്റോഡിയലിലാണ്, അതവിടെ സുരക്ഷിതമാണ്. അപ്പോൾ ഇത് ആരാണ് വാങ്ങുന്നത്? എല്ലാം കൂടി മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് നോക്കി നടത്താൻ പറ്റുമോ? അപ്പോഴാണ് അവിടെ ഫണ്ട് മാനേജറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആരാണ് ഫണ്ട് മാനേജർ? എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്കും ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. മാർക്കറ്റിനെ കൃത്യമായി മനസ്സിലാക്കുന്ന, എവിടെ നിക്ഷേപിച്ചാലാണ് പണം ഉണ്ടാവുക എന്നറിയുന്ന ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. അപ്പോൾ എത്തരത്തിലുള്ള ആൾക്കാർക്കാണ് ഏറ്റവും നല്ലത് മ്യൂച്വൽ ഫണ്ട്? മാർക്കറ്റിനെ പറ്റി ഒന്നും അറിയാത്ത, അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന, മാർക്കറ്റിനെ പറ്റി പഠിക്കാൻ സമയമില്ലാത്ത ആൾക്കാർക്ക് ഏറ്റവും നല്ലത് മ്യൂച്വൽ ഫണ്ടുകളാണ് അല്ലേ? ഇപ്പോൾ ഈ ഒന്നും അറിയാത്ത ഒരാൾ പോയിട്ട് ഒരു സ്റ്റോക്ക് വാങ്ങുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ സ്റ്റോക്കിനെ പറ്റി ഫണ്ടമെന്റലി, ടെക്നിക്കലി ആ കമ്പനി ബിസിനസ് ഉണ്ടാക്കുന്നുണ്ടോ, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ, കഴിഞ്ഞ കാലങ്ങളിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ, ഭാവിയിൽ വളരാൻ സാധ്യതയുള്ള കമ്പനിയാണോ, ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ചു വേണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് ഏറ്റവും നല്ലത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഫണ്ട് മാനേജർ നോക്കിക്കോളും, നമ്മൾ പണം കൊടുത്താൽ മതി. അപ്പോൾ ഫണ്ട് മാനേജർ ഇത് നോക്കി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നമുക്ക് ലാഭം ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയ ഒരു ഫീസ് അതിനായിട്ട് കൊടുക്കേണ്ടി വരും. നിങ്ങൾ ചെയ്യുന്ന ജോലി ചെറുതോ വലുതോ, നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ചെറിയൊരു ഭാഗം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അവസാനം നമ്മുടെ കയ്യിൽ ഇതേ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് പ്രവാസികൾ എല്ലാ മാസവും നാട്ടിലേക്ക് പൈസ അയക്കുന്നു. നാട്ടിലേക്ക് വരാനാവുന്നതിന് കുറച്ച് മുമ്പായിട്ട് കുറച്ച് പൈസ അക്കൗണ്ടിൽ സേവ് ചെയ്യുന്നു, നാട്ടിൽ പോകുന്നു, അടിച്ചു പൊളിക്കുന്നു, അത് തീർക്കുന്നു, വീണ്ടും കടമാക്കുന്നു, വീണ്ടും വിദേശത്തേക്ക് വരുന്നു. അങ്ങനെ അവരുടെ ജീവിതം അങ്ങനെ പോവും. ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ, ഗൾഫിന് വേണ്ടാണ്ടാവുമ്പോൾ വീട്ടിലെത്തുന്നു. എന്നാലോ ഗൾഫിലും വേണ്ട വീട്ടിലും വേണ്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാവുന്നു. അപ്പോഴും നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിലേ വില ഉണ്ടാവുള്ളൂ അല്ലേ? ഈ വില ഉണ്ടാകുന്നതിനേക്കാൾ അപ്പുറം നമുക്ക് പണം ഉണ്ടെങ്കിലേ നമ്മൾ ആവശ്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക.